ട്രെയിൻ വരുന്നുണ്ട്. ട്രെയിൻ എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ക്രോസ് ചെയ്യാം. മുംബൈയിലെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണാം. ഒരു 7:30 ഇറങ്ങും. കാരണം എൻ്റെ ഓഫീസിലേക്ക് ഇവിടുന്ന് 1.5 മണിക്കൂർ ട്രാവൽ ഉണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ നിൽക്കുന്നത് ജോലി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് നോക്കിക്കൂടെ എന്ന് ചോദിക്കുവാണെങ്കിൽ എൻ്റെ റീസൺ വഴിയേ ഞാൻ പറഞ്ഞുതരാം. ഈ വീടിൻ്റെ വൈബ് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കിട്ടിയപ്പോൾ തന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം ഞാൻ അലങ്കോലമാക്കിയിട്ടുണ്ട് ഈ വീട്. എന്നെ വീട്ടിൽ ഒരുപാട് വഴക്ക് പറഞ്ഞു. റെന്റിൽ നിൽക്കുന്നിടത്ത് എന്തിനാ എത്ര പൈസ മുടക്കി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കുന്നത്. അങ്ങനെ ഞാൻ ഇൻഡിപെൻഡന്റ് വുമൺ എറ എൻജോയ് ചെയ്യാൻ തീരുമാനിച്ചു. ഇന്ന് മര്യാദയ്ക്ക് നമ്മുടെ ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരുന്നത് ഞാൻ ഇന്ന് തന്നെ ഒരു പരീക്ഷണം നടത്തി അത് ഫ്ലോപ്പ് ആയതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവിടുത്തെ കൊളീഗ് പറഞ്ഞു തന്ന റെസിപ്പിയാണ്. നമുക്ക് ഇന്നത്തെ റേസ് തുടങ്ങാം. ഇതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാഞ്ഞിട്ട് തന്നെ നല്ല ലേറ്റ് ആയിരുന്നു. എന്നെ നോക്കി നിൽപ്പുണ്ട് കേട്ടോ. ഞാൻ ട്രെയിൻ കയറി പോകുന്ന വരെ അവിടെ ഇങ്ങനെ നിൽക്കും. ആരാന്ന് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയാവേ. ഇറങ്ങിയപ്പോൾ തന്നെ ഒരു കാഴ്ച കണ്ടു, ജെറ്റ് വിമാനം പോകുന്നത്. അപ്പം അതും കൂടി എടുത്തേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ സൂര്യൻ വരെ ഡ്യൂട്ടിക്ക് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ പുള്ളി ഡ്യൂട്ടി തീർന്ന് വീട്ടിൽ പോയാലും ഞാൻ വീട്ടിലെത്തത്തില്ലെന്നേ ഉള്ളൂ. എന്ത് ഭംഗി. റെയിൽവേ സ്റ്റേഷൻ വരെ നടന്നു കഴിയുമ്പോഴത്തേക്ക് ഈ ഭംഗിയൊക്കെ പോകും. പശുവൊക്കെ കയറുന്നത് ഭയങ്കര ബഹളമാവാറുണ്ട്. അപ്പോൾ പിന്നെ ട്രെയിൻ വരുന്നുണ്ട്. ട്രെയിൻ എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ക്രോസ് ചെയ്യാം. ഈ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണ് എൻ്റെ ട്രെയിൻ വരുന്നത്. അങ്ങനെ നമുക്ക് ഇന്നത്തെ ഡോറയുടെ പ്രയാണം തുടങ്ങും. വരുന്ന ട്രെയിൻ നിങ്ങൾ കാണുന്നുണ്ടോ? അപ്പോൾ മാക്സിമം ഞാൻ 2 ട്രെയിൻ മാറി കയറുന്നത് പോലെ പോകാനാണ് നോക്കുന്നത്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അത് 3 ട്രെയിനാവും. സ്റ്റേഷൻ പ്ലാറ്റ്ഫോം നമ്പർ 4 ഇറങ്ങിയത്. അവിടുന്ന് 2 നമുക്ക് താനേക്കുള്ള ട്രെയിൻ. അവിടെ എത്തിയപ്പോഴത്തേക്കും ട്രെയിൻ പോയി. ഇതിലൊട്ടും തിരക്കില്ല. ഇതിനകത്ത് കയറിപ്പെടുന്നതാണ് ഇനിയത്തെ ടാസ്ക്. ലേഡീസ് ഞാനിപ്പോൾ കയറാറില്ല. കാരണം ലേഡീസിൽ എന്നും റെസ്ലിംഗാണ്. സെക്കൻഡ് ക്ലാസ്സിലാണെങ്കിൽ മറാഠി തെറി വിളിക്കുന്നത് കേൾക്കാം, ഫസ്റ്റ് ക്ലാസ്സിലാണെങ്കിൽ ഇംഗ്ലീഷിലെ തെറി കേൾക്കാം. അത്രേ ഉള്ളൂ വ്യത്യാസം. പോലെ മാടിനെ പോലെ പണിയെടുക്കാൻ പോകുന്ന ഈ ഒരു ആൾക്കൂട്ടം കാണുമ്പോൾ എനിക്കൊരു സമാധാനം. ഇതൊക്കെ സ്ഥലത്തു നിന്ന് ആൾക്കാർ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നതെന്നറിയാം. ഇവിടെ ഞാനും തൂക്കുകാരി ചേച്ചിമാരുമാണ് ഈ സമയത്ത് എത്തുന്നത്. ഈ ഗണേശ് ഞാൻ ഇവിടെ വരുമ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ കട്ട കമ്പനി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു ചായയൊക്കെ ഇങ്ങനെ കുടിക്കും. ഇന്നത്തെ ദിവസം തീർന്നു കിട്ടി. എനിക്ക് ഫുഡൊക്കെ കഴിക്കുന്നത് എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഫുഡ് കഴിച്ചില്ല. കൊണ്ടുപോയത് അതുപോലെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. സമയം കിട്ടിയില്ല. എന്തായാലും ഭാഗ്യത്തിന് എൻ്റെ ഉള്ളിൽ കിടക്കാൻ പറ്റി. സാധാരണ ഞാൻ തൂങ്ങിയാണ് പോകാറ്. ഇപ്പം ഞാൻ ഭയങ്കര അഡ്വഞ്ചറസ് ആയി ഇവിടെ. ഇവിടുന്ന് ട്രെയിനില്ല, ബലാപൂർ വരെ പോകണം. അപ്പോഴത്തേക്കും കൈയും കാലും ഒക്കെ വരച്ചു തുടങ്ങി. ഒന്നും കഴിക്കാൻ തന്നെ. ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഈ പുള്ളി എടുത്താണ് ഞാൻ ഓടിയെത്തുന്നത്. അടിപൊളി ഷവർമയാണ്. നാട്ടിൽ പോലും ഈ ഷവർമേൻ്റെ ടേസ്റ്റേ ഇല്ല. അതുപോലെ ഞാൻ ട്രെയിൻ മാറി കയറി വേറെ വേറെ സ്ഥലത്തൊക്കെ പോയി വന്നിട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ എല്ലാ സ്ഥലവും പരിചയമാണ്. ഇവിടുന്ന് ചാടി ഇറങ്ങലാണ് പതിവ്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ പിന്നെ ഇല്ലെങ്കിൽ പിന്നെ ആൾക്കാർ നമ്മളെ ഇടിച്ച് വീണ്ടും അകത്തേക്ക് കയറ്റും. നമ്മുടെ അവസാനത്തെ ട്രെയിൻ ഇതും കൂടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എവറസ്റ്റ് കീഴടക്കിയ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക്. ഫോണിൻ്റെ ഫ്ലാഷൊക്കെ അടിച്ച് നോക്കിയും കണ്ടുമൊക്കെ പോകണം. ഇല്ലെങ്കിൽ മണ്ണ് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. ഫുൾ ഇരുട്ടാണ്. ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് ഇവിടുത്തെ ഒരു കല്യാണം കാണുന്നത്. പെണ്ണും ചെറുക്കനും കൂടെ ഡാൻസൊക്കെ കളിച്ച് എന്തൊരു വൈബാ. ഈ വീഡിയോ ഞാൻ ഇടുന്നത് വേറെ ആരും കണ്ടില്ലെങ്കിലും എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. നീ എനിക്കിപ്പോൾ പഴയതുപോലെ സ്നേഹമില്ല, നീ ഞങ്ങളെ ആരും വിളിക്കാറില്ല എന്നൊക്കെ പറയുന്ന എൻ്റെ ഫ്രണ്ട്സും എൻ്റെ കുടുംബക്കാർ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെടുത്തത്. എനിക്കൊരു പാഴ്സൽ വന്നിട്ടുണ്ട്. സോ ഞാൻ ഉറങ്ങാൻ വേണ്ടി മാത്രം എന്തിനാണ് വീട്ടിൽ വരുന്നത് കുറേ പേര് ചോദിക്കാറുണ്ട്. പക്ഷേ അതിനുള്ള മോട്ടിവേഷൻ ഞാൻ കാണിച്ചു തരാം. എത്തുമ്പോൾ ആ കാഴ്ച കാണാം. ഡിന്നറൊക്കെ കഴിച്ചു. ഒരു ലൈറ്റൊക്കെ കാണുന്നുണ്ടല്ലോ, എന്താണെന്ന് വന്ന് നോക്കിയേ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചത്. അപ്പോഴാണ് ഞാൻ ഇങ്ങനൊരു സംഭവം കാണുന്നത്.